എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവത്ഗീതയെ പറ്റി ഞാൻ ചെയ്ത ആദ്യത്തെ പ്രഭാഷണം തമിഴിൽ ആയിരുന്നു. അത് കേട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് മലയാളത്തിലൊന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞിരുന്നു. അന്ന് അത് സാധിച്ചില്ല, ഏതോ പല കാരണങ്ങളുണ്ടോ അന്ന് സാധിച്ചില്ല. അതാണ് ഞാനിപ്പോൾ മലയാളത്തിൽ പറയാൻ പോകുന്നത് ആദ്യമായിട്ട്. അതിന് മുമ്പ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഭൂമിയിൽ പിറന്നിരിക്കുന്ന ഒരു കുട്ടിക്ക് എത്രമാത്രം അറിവുണ്ടായിരിക്കും, ആ അറിവ് മാത്രമേ എനിക്കുള്ളൂ. അപ്പം ഞാൻ പറയുന്ന മുഴുവൻ തെറ്റുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. നിങ്ങൾ എൻ്റെ ഗുരുവാണ്, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക. പിന്നെ എന്തുകൊണ്ട് പറയുന്നു, എൻ്റെ ചെറുപ്പകാലം മുതൽക്കുള്ള ഒരു ആഗ്രഹമാണ് ഗീതയെക്കുറിച്ച് പറയണമെന്ന്. അതിപ്പോൾ സാധിച്ചു. അതെങ്ങനെയോ ഞാൻ വളരുന്നു മാത്രം. ഇനി നമുക്ക് സംഭവങ്ങളിലേക്ക് കിടക്കാം. സമുദ്രത്തിലും കടലിലും നദിയിലുമുള്ള ജീവജാലങ്ങളെ നമുക്ക് എണ്ണി പറയാൻ കഴിയും. ഈ നദീജലത്തിലും സമുദ്രത്തിനും കരയിലും കടൽക്കരയിലും മണലിൻ്റെ തരികളെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയും. വായുവിൽ കലർന്നിരിക്കുന്ന അംശങ്ങളെ നമുക്ക് വേർതിരിക്കാൻ കഴിയും. ആകാശത്തുള്ള നക്ഷത്രങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയും. എന്നാൽ 5000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ വേദവ്യാസൻ അഥവാ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമായ വേദവ്യാസൻ പറഞ്ഞതും എല്ലാ വിഘ്നങ്ങളും അകറ്റി കൊടുക്കുന്ന ശ്രീ വിഘ്നേശ്വരൻ സ്വന്തം ദന്തത്താൽ എഴുതപ്പെട്ടതുമായ മഹാഭാരതത്തിൽ ഭീഷ്മപർവ്വതത്തിൻ്റെ മധ്യത്തിൽ യുദ്ധകളത്തിൽ കുരുക്ഷേത്രത്തിൽ യുദ്ധത്തിന് തയ്യാറായിരിക്കുന്ന അർജുനൻ മയങ്ങി യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ക്ഷീണിച്ച് താഴ്ത്തിയിരിക്കുന്ന അവസരത്തിൽ എൻ്റെ ഹൃദയവനവാസൻ, നിങ്ങളുടെയെല്ലാം കണ്ണൻ, ലോക സംരക്ഷകനായ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിക്കുന്ന ഭഗവത്ഗീതയുടെ അർത്ഥം പൂർണ്ണമായും ഈ ലോകത്ത് ആർക്കും, ഈ ഭൂമി ഉള്ളിടത്തോളം കാലം ആർക്കും പൂർണ്ണ അർത്ഥം പറയാൻ കഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ കാര്യമായി ഞാൻ പറയണ പൂർണ്ണാർത്ഥം. അർത്ഥങ്ങൾ പലതുണ്ട്, നമ്മൾ കാണുന്ന അർത്ഥം മതി. നമ്മുടെ രാജ്യത്ത് ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, പണ്ഡിത ശ്രേഷ്ഠന്മാരുണ്ട്, ഗുരുക്കന്മാരുണ്ട്, സന്യാസിമാരുണ്ട്, പ്രവചകന്മാരുണ്ട്. ഇങ്ങനെ പലരും ഭഗവത്ഗീതയ്ക്ക് അർത്ഥം എഴുതിയിട്ടുണ്ട്. പല ഭാഷകളിൽ, ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ബംഗാളി, കർണാടക എന്നിങ്ങനെ പല ഭാഷകളായി വിവർത്തനങ്ങൾ ചെയ്ത് എഴുതിയിട്ടുണ്ട്. അവരെല്ലാം എഴുതിയിരിക്കുന്ന അവരവരുടെ അർത്ഥമാണ്, ഗീതയുടെ അർത്ഥമല്ല, ഗീതയുടെ പൂർണ്ണ അർത്ഥമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു ആചാര്യൻ തരുന്ന സമയത്ത് നമുക്ക് എന്ത് തോന്നുന്നറിയോ, ഒരു ആചാര്യൻ്റെ ഗീത വിവർത്തനം അല്ലെങ്കിൽ ഗീതയ്ക്കുള്ള അർത്ഥം പറയുന്നതായിട്ട് നമുക്ക് തോന്നും പാൽപ്പായസമാണോ തോന്നും. വേറെ ഒരാൾ പറയുന്ന സമയത്ത് ശർക്കര പായസമാണോ തോന്നും. വേറെ ഒരാൾ പറയുന്ന സമയത്ത് പഞ്ചാമൃതമാണോ തോന്നും. വേറെ ഒരാൾ പറയുന്ന സമയത്ത് പഞ്ചസാരയാണോ തോന്നും. ഇങ്ങനെ അതിൻ്റെ സ്വാദുകൾ കൂടി കൊണ്ടുവരുന്നല്ലാതെ യഥാർത്ഥ സ്വാദ്, യഥാർത്ഥ അർത്ഥം ഭൂലോകത്ത് ആർക്കും ചെയ്യാൻ കഴിയില്ല. അത്രയും അർത്ഥവത്തായ ഉപദേശങ്ങളാണ് ഭഗവാൻ തരുന്നത്. അർജുനല്ല കൊടുക്കുന്ന, വാസ്തവത്തിൽ നമുക്കെല്ലാവർക്കും, ഈ ഭൂലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും കൊടുക്കുന്ന അഡ്വൈസാണത് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് പൂർണ്ണാർത്ഥം ആർക്കും പറയാൻ കഴിയില്ല എന്നാണ് എൻ്റെ പരിപൂർണമായ വിശ്വാസം. അതിന് നോക്കാം. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ മമക പാണ്ഡവച്ചൈവ കിമകുർവത സഞ്ജയ എന്നാണല്ലോ ഗീത തുടക്കം. അപ്പോൾ കുരുക്ഷേത്രം എന്നത് ധർമ്മക്ഷേത്രമാണെന്ന് അവിടെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കുരുക്ഷേത്രം ധർമ്മക്ഷേത്രമാവുന്ന സമയത്ത് അവിടെ യുദ്ധം നടക്കുമ്പോൾ അത് അധർമ്മമല്ലേ? ഭഗവാൻ എന്താ പറയുക ഗീതയിൽ, പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ. അധർമ്മം എവിടെയൊക്കെ ഉണ്ടോ അതിനെ നശിപ്പിക്കാൻ, ധർമ്മത്തെ ജയിപ്പിക്കാൻ ഞാൻ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അവിടെ അവതാരം ചെയ്യുമെന്ന് ചുരുക്കം.
അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുരുക്ഷേത്രത്തിൽ അദ്ദേഹം തന്നെയല്ലേ ഉപദേശിക്കുന്നത്, അദ്ദേഹം തന്നെയല്ലേ ആ യുദ്ധക്കളല്ലേ, യുദ്ധം പറഞ്ഞ് ഹിംസയല്ലേ. എത്ര ജനങ്ങൾ, കോടിക്കണക്കിൽ ജനങ്ങൾ മരിക്കുന്നുണ്ട്, എത്ര കോടിക്കണക്കിൽ വിധവകളാവുന്നുണ്ട്, എത്ര കോടിക്കണക്കിൽ കുട്ടികൾ അച്ഛന്മാരില്ലാതാവുന്നുണ്ട്, എത്ര കോടിക്കണക്കിൽ പെൺകുട്ടികൾക്ക് അനാഥയായി പോകുന്നുണ്ട്. ഇതൊക്കെ അധർമ്മമല്ലേ? തീർച്ചയായും അധർമ്മം തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ എങ്ങനെ ഭഗവാൻ അവിടെ ധർമ്മം എന്ന് പറയും? ധർമ്മരക്ഷത രക്ഷിക്കുക, ധർമ്മത്തെ ഞാൻ രക്ഷിക്കും എന്നല്ലേ പറയണത്. അധർമ്മം ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കും, ധർമ്മത്തിന് വേണ്ടി ഞാൻ ഉടലെടുക്കുമ്പോൾ അതേ കൃഷ്ണനാണ് ഇവിടെ ഇതും ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെ ധർമ്മം തന്നെയാണ്, അത് ധർമ്മം തന്നെയാണ്. ഇപ്പം നിങ്ങൾ ടോട്ടലി കൺഫ്യൂഷൻ. എന്താ, ഒരിക്കൽ പറയണോ അധർമ്മം എന്ന്, ഒരിക്കൽ പറയണോ ധർമ്മം എന്ന്. പറയാം, ധർമ്മം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ആ യുദ്ധം അവിടെ നടന്നില്ല എന്നെങ്കിൽ, ദുര്യോധനൻ ജയിച്ചിരുന്നുവെങ്കിൽ അവിടെ നടക്കുന്ന അതായിരിക്കില്ല. ഈ ഭൂമി മുഴുവൻ നശിക്കും. ഇവിടെ 1000-ഓ 10,000-ഓ 1 കോടി ജനങ്ങളെ മരിച്ചിട്ടുള്ളൂ, 1 കോടി സ്ത്രീകളെ വിധവകളായിട്ടുള്ളൂ. പക്ഷേ ദുര്യോധനൻ ജയിച്ചാൽ, ആ യുദ്ധത്തിൽ ദുര്യോധനൻ ജയിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ യുദ്ധം നടക്കാതിരുന്നുവെങ്കിൽ സംഭവിക്കുന്നത് വേറെ ആയിരിക്കും. ദുര്യോധനൻ്റെ ഭരണകാലത്ത് അങ്ങനെയായിരിക്കും. അത്രയും ദുഷ്ടനാണ് ദുര്യോധനൻ. അപ്പോൾ യുദ്ധം ചെയ്യുന്നതാണോ നല്ലത്, മറ്റേതാണോ? എത്രയോ കോടി ഈ ഭൂലോകം മുഴുവൻ രക്ഷിക്കുന്നതാണോ നല്ലത്, ഒരു ചെറിയ സ്ഥലം നശിപ്പിക്കുന്നതാണോ നല്ലത്? ഭൂലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു ചെറിയ അധർമ്മം ചെയ്യുന്നതാണോ ഇത്? അപ്പോൾ അത് ധർമ്മം തന്നെയാണ്. ഇനി ഞാൻ വേറെയും പറഞ്ഞില്ല, അദ്ദേഹം ഒരാളോടും, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരവസരത്തിലും ഒരാളോടും അധർമ്മം ചെയ്തിട്ടില്ല. തീർച്ചയാണ്, എനിക്ക് പറയാൻ കഴിയും. നമ്മൾക്ക് നഗ്ന നേത്രങ്ങളുമുണ്ട്, നഗ്ന മനസ്സുകളുണ്ട്. നോക്കുന്ന സമയത്ത് ഓരോ ഇത് നോക്കുന്ന സമയത്ത് അധർമ്മമാണെന്ന് തോന്നും. ശരിയാണ്, വളരെയധികം ഭഗവത്ഗീത, പിന്നെ മഹാഭാരതത്തിലും ഇതിലൊക്കെ ഒരുപാട് പേരെ അദ്ദേഹം കൊന്നിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ വിചാരിക്കുക കൊല്ലുന്ന അധർമ്മമല്ലേ, അധർമ്മം തന്നെയാണ് തീർച്ചയായിട്ടും. അതിൻ്റെ പിന്നാലെ ധർമ്മം ഉണ്ടെന്ന് കൂടി ആലോചിക്കണം. ആ ധർമ്മം രക്ഷിക്കണമെങ്കിൽ ഈ ചെറിയൊരു അധർമ്മം ചെയ്തേ പറ്റൂ. അതാണ് നമുക്ക്. ഇനി നമുക്ക് വേറൊരു കാര്യത്തിലേക്ക് കടന്നു പോവാം. ദുര്യോധനനോട് അദ്ദേഹം ധർമ്മം ചെയ്തിട്ടില്ലേ, നീതി കാട്ടിയിട്ടില്ലേ? കാട്ടിയിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സാധാരണ ഒരാൾ ഒരു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു, ഒരു കൊലക്കുറ്റിയാൾ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. പ്രോസിക്യൂഷൻ FIRൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകളൊക്കെ എടുത്ത് ജഡ്ജിയുടെ മുമ്പത്ത് വെച്ച് ഫൈനൽ വിധിക്ക് വരികയാണ് വയ്ക്കുക. ജഡ്ജി എന്ത് ചെയ്യുന്നു? പ്രോസിക്യൂഷൻ വെച്ച തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് ആ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആളെ നോക്കിയിട്ട് ചോദിക്കുന്നു, വായിക്കുന്നു, ഇന്ന കുറ്റങ്ങൾ നീ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പ്രോസിക്യൂഷൻ ഇന്ന പോലെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് ശിക്ഷ വിധിക്കാൻ പോകുന്നുണ്ട്, നിൻ്റെ അഭിപ്രായം എന്താണ് ചോദിക്കുന്നു. ഉണ്ടോ ഇല്ലയോ? അതാണ് ധർമ്മം. അത് ധർമ്മമാണ്. അദ്ദേഹം അവിടെ ചെയ്യുന്നത് ധർമ്മമാണ്. കാരണം എന്താ വെച്ചാൽ ലാസ്റ്റ് ചാൻസ് അയാൾക്ക് കൊടുക്കുകയാണ്. ഒരു പക്ഷേ അയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അയാൾ നിരപരാധിയായിരിക്കാം. അയാൾ ആ കർമ്മം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് 2 പേർക്കേ അറിയുള്ളൂ സത്യത്തിൽ. ഒന്ന് അയാൾക്ക്, രണ്ടാമത് ഭഗവാൻ. ബാക്കിയുള്ളതൊക്കെ പ്രോസിക്യൂഷനും വക്കീലും പോലീസും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അയാൾക്കൊരു ചാൻസ് കൊടുക്കണ്ടേ ലാസ്റ്റ്? അതാണ് ചെയ്യുന്നത്. അത് ധർമ്മമാണ്. അതേ ധർമ്മം തന്നെയാണ് ശ്രീകൃഷ്ണനും ഇവിടെ ചെയ്തിരിക്കുന്നത്. സെയിം. ദുര്യോധനന് ധർമ്മം കൊടുത്തു, ദുഷ്ടനായ ദുര്യോധനന് ധർമ്മം കൊടുത്തു. എങ്ങനെ നോക്കൂ. ലാസ്റ്റ് സമയത്ത് അദ്ദേഹം ദൂത് പോയി. അവിടെ ദൂത് പോയിട്ട് രാജ്യം കൊടുക്കണം, 5 രാജ്യം കൊടുക്കണം, 5 സ്ഥലം കൊടുക്കണം, 5 വീട് കൊടുക്കണമെന്ന് കെഞ്ചി ചോദിച്ചു. ആർക്ക് വേണ്ടി ചോദിച്ചു? നമ്മൾ പറയും പാണ്ഡവർക്ക് വേണ്ടി ചോദിച്ചു, ധർമ്മപുത്രർക്ക് വേണ്ടി ചോദിച്ചു എന്ന് പറയും ഇല്ലേ? പാണ്ഡവർക്കും വേണ്ടിയല്ല, ധർമ്മപുത്രർക്കും വേണ്ടിയല്ല, നിങ്ങൾക്കും എനിക്കും ഈ ലോകത്തിനും വേണ്ടി ചോദിച്ചു. എന്തുകൊണ്ട്? അത് പറയാം. അധർമ്മിയായ ദുര്യോധനന് ഒരു ചാൻസ് കൊടുത്തു. ഒരു പക്ഷേ അയാൾ തിരുന്തുകയാണെങ്കിൽ തിരുന്തിക്കോട്ടെ. അതാണ് ധർമ്മം. അവിടെയും ഭഗവാൻ ധർമ്മം ചെയ്തു, അധർമ്മം ചെയ്തില്ല. ശ്രീകൃഷ്ണൻ അവിടെ ദൂത് പോകേണ്ട ആവശ്യമൊന്നുമില്ല.
അയാൾക്ക് ഒന്നും ആഹാരമൊന്നും ഇല്ലാത്ത ആളാണ്, ഒന്നുമല്ല. അയാൾക്ക് എന്തിനാ ഇതിൽ ഇടപെടേണ്ട ആവശ്യം? ശരി, അങ്ങനെ യുദ്ധം വേണ്ടി വന്നെങ്കിൽ പിന്നെ പാണ്ഡവപക്ഷത്ത് നിന്നാൽ മതി, പോരെ? ഞാൻ ഈ പക്ഷത്ത് നിൽക്കുന്നു മാത്രം പറഞ്ഞാൽ പോരെ? എന്തിന് ഈ അവസാന ഘട്ടത്തിൽ ഈ ദൂത് പോകണം? അല്ലെങ്കിൽ വേറെ 2-3 പേര് പോയല്ലോ, അവരും പോയല്ലോ. അപ്പോൾ അതൊന്നുമില്ലാതെ ഇദ്ദേഹം അവസാന ഘട്ടത്തിൽ എന്ത് ചെയ്തു? ധർമ്മം ജയിക്കണം. നമ്മൾ ശത്രുവായാലും ധർമ്മം കൊടുക്കണം, അയാൾക്ക് നീതി കൊടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ പോണത്. നമ്മുടെ ദുര്യോധനനായതുകൊണ്ട് അതിന് ചാൻസസ് വളരെ കുറവാണ്. എങ്കിലും അയാൾക്ക് തിരുത്താനുള്ള സമയം കൊടുക്കണം. അയാൾ ഒരു അവസരത്തിൽ തിരുന്തിയിട്ടുണ്ട്. തിരുന്തിയതല്ല, മാനസികമായി ചെറിയൊരു മാറ്റം ഒരിക്കൽ സംഭവിച്ചിട്ടുണ്ട്. എപ്പോഴാണ്? ദ്രോണാചാര്യരുടെ മകൻ അശ്വത്ഥാമാവ് ദുര്യോധനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പാഞ്ചാലിയുടെ 5 പുത്രന്മാരുടെ കഴുത്തറത്ത് കൊന്നു. എന്നിട്ട് ദുര്യോധനൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ എങ്ങനെ പാഞ്ചാലിയുടെ പുത്രന്മാരെയൊക്കെ കൊന്നു പറഞ്ഞ സമയത്ത് ദുര്യോധനൻ പറഞ്ഞ വാക്കെന്താ അറിയുമോ? വളരെ ശ്രേഷ്ഠമായ വാക്കാണ്. സന്തോഷിക്കല്ല ചെയ്ത്, നീ ചെയ്തത് തെറ്റ് എന്ന് പറഞ്ഞു. അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഇയാൾക്ക് കൊടുത്തൂടെ? ഇനി അതോ കൊടുത്തില്ലായിരുന്നെങ്കിൽ വെച്ചോ, ഇങ്ങനെ ഒരു ചാൻസ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ആ ധർമ്മമല്ലേ അത്? ജഡ്ജി ഇപ്പോൾ അയാളെ വായിച്ച് കഴിപ്പിച്ച സമയത്ത് ധർമ്മമായി. അത് ആ ചാൻസ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാൾ നിരപരാധിയായിരുന്നെങ്കിലോ? അപ്പോൾ അതേ ഇത് തന്നെയാണ് ശ്രീകൃഷ്ണൻ പഠിച്ചത്. ധർമ്മം ജയിക്കാൻ വേണ്ടി, നീതി ജയിക്കാൻ വേണ്ടി എല്ലാവരുടെ അടുത്തും നീതി കാട്ടിയിട്ടുണ്ട്. ഒരാളെയും വിട്ടില്ല. ശത്രുവാണെങ്കിലും അവർക്കും നീതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ മഹാഭാരതത്തിലും ഇതിലൊക്കെ ധാരാളം കാണും. ഭഗവത്ഗീതയിലും മഹാഭാരതത്തിലൊക്കെ ധാരാളം അനീതി ചെയ്തിട്ടുണ്ടെന്ന് പലരും പറയുമായിരിക്കും. ഇരിക്കാം, ഞാൻ അതിന് വാദിക്കാൻ തയ്യാറില്ല. പക്ഷേ അതിൻ്റെ പിന്നാലെയൊക്കെ ഒരു ധർമ്മമുണ്ട്. ധർമ്മം ജയിക്കാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതിന് യാതൊരു സംശയമില്ല. നമസ്കാരം. ഇനി ഞാൻ നാളെ പറയാം. നിങ്ങളുടെ വിലപിടിച്ച സമയങ്ങൾ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. നമസ്കാരം.